നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗവൺമെൻറ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ആവശ്യമുള്ള ആളുകൾ, നിലവിൽ കാർഡ് നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അതുപോലെ തന്നെ കാർഡ് കൈവശമില്ലാത്ത ആളുകൾ, പുതിയതെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്നിവരെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് വലിയ രൂപത്തിലുള്ള ആക്സിഡൻറ്റുകളും അസുഖങ്ങളും വരുന്നത്. ഈ സമയങ്ങളിൽ നമ്മുടെ ഹോസ്പിറ്റൽ ബില്ലുകൾ നമ്മുടെ സാമ്പത്തിക നിലയെ തന്നെ തകർക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, RSBI കാർഡ്. ഓരോ വ്യക്തികൾക്കും ഓരോ വർഷവും 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്ന ഈ കാർഡ് എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് ഫോളോ ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ വർഷവും 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്ന ഈ RSBI കാർഡ് നമുക്കറിയാം, ഇപ്പോൾ പുതിയതെടുക്കാൻ അവസരമില്ല. ഇപ്പോൾ അവസരമുള്ളത് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പുതിയ കാർഡ് എടുക്കാനുള്ള അവസരമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ അടുത്ത മാസങ്ങളിൽ തന്നെ ഇതിൽ വലിയൊരു അപ്ഡേഷൻ വരികയാണ്. നമുക്കറിയാം, ഈ കാർഡ് ആദ്യം എടുക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഒരു കുടുംബത്തിലെ 5 ആളുകൾക്കായിരുന്നു ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത്. അന്ന് പുതിയ കാർഡ് എടുത്ത എല്ലാ ആളുകൾക്കും പിന്നീട് ഓരോ വർഷവും കാർഡ് പുതുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പുതുക്കാതെ ഇത് റിജക്റ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർക്ക് പിന്നീട് പ്രധാനമന്ത്രിയുടെ ഒരു കത്ത് വന്നിരുന്നു. ഈ കത്ത് ലഭിച്ച ആളുകൾക്കും പിന്നീട് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ അപ്ഡേഷൻ വന്നിരുന്നത്. അതുപോലെ ഒരു വലിയ അപ്ഡേഷൻ വരികയാണ്. പ്രധാനമന്ത്രിയുടെ കത്ത് ഓരോ കുടുംബങ്ങളിലേക്കും നേരിട്ട് വരികയും ആ കത്ത് ലഭിച്ച ആളുകൾക്ക് അതിലുള്ള നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ കാർഡ് പുതിയതെടുക്കാൻ വരുന്ന രൂപത്തിലാണ് ഇതിൻ്റെ പുതിയ അപ്ഡേഷൻ വരുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കത്തുകളും മറ്റും വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇത് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഉടൻ തന്നെ വരുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെ കത്ത് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പുതിയ കാർഡ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിലവിൽ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ലാമിനേഷൻ്റെ കാർഡ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ മറ്റ് കുടുംബങ്ങളെ ഇതിലേക്ക് ചേർക്കാനും സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങളെ, റേഷൻ കാർഡിൽ പേരുള്ള മറ്റ് കുടുംബാംഗങ്ങളെ ഇതിലേക്ക് ചേർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ അവരെയും ഇതിലേക്ക് ചേർക്കാൻ സാധിക്കുന്നുണ്ട്. അതിലേക്ക് അവർക്ക് റേഷൻ കാർഡിൻ്റെ ആവശ്യമില്ല. ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് മാതാവിൻ്റെ, പിതാവിൻ്റെ കാർഡ് വെച്ച് തന്നെ അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അടക്കം ഇപ്പോൾ ഈ കാർഡ് എടുക്കുന്നുണ്ട്. ഒരു 40,000 50,000 രൂപ ചിലവ് വരുന്ന അസുഖങ്ങൾക്ക് 25,000 അല്ലെങ്കിൽ 15,000 രൂപ വരെ ഇതിന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. 100% ഈ കാർഡിൽ നിന്ന് പണം ലഭിക്കുന്നില്ല. നമ്മുടെ അസുഖത്തിൻ്റെ തോതനുസരിച്ച് ഒരു 25-30% രൂപയാണ് നമുക്കിതിൽ കിഴിവ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണെങ്കിൽ ഇതിൻ്റെ 100% നമുക്ക് ഈ കാർഡ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ കാർഡ് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക്, ഈ കാർഡ് കൈവശമുള്ള ആളുകൾ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് കാർഡ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ വെബ്സൈറ്റിന് ലിങ്ക് ആവശ്യമുള്ള ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.